ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ഞങ്ങൾ പോയത് ഡെവിൾസ് പൾപിറ്റ് എന്ന ഒരു ലൊക്കേഷൻ കാണാനാണ്, വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹിഡൻ പ്ലേസസ് ഇൻ സ്കോട്ട്ലൻഡ്. ഒരു 1.5 hour എഡിൻബർഗിൽ നിന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ വി കുഡ് റീച്ച് ദ പ്ലേസ്. പോകുന്ന വഴിയിൽ ഭയങ്കര ഭംഗിയുള്ള ഒരുപാട് വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. സോ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം റീൽസ് വഴിയാണ് ഞങ്ങൾ ബേസിക്കലി ഈ ഒരു പ്ലേസ് ചൂസ് ചെയ്തത്. സോ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വീഡിയോ വഴി കാണാം. സോ ലെറ്റ്സ് ഗോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പോയി. ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ റോഡ് മാപ്പിൽ പറയുന്ന നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ഒരു 30 minutes നമ്മൾ നടന്നാൽ മാത്രമേ നമുക്ക് ആ മെയിൻ സ്പോട്ടിൽ എത്താൻ പറ്റൂ എന്നാണ്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് വി ഡിസൈഡഡ് ടു സീ ദ നിയറസ്റ്റ് പാർട്ട് ഓഫ് ദ ഡെവിൾസ് പൾപിറ്റ്. അതായത് ഒരു 10 minutes നമുക്ക് താഴോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റിവറിൻ്റെ വേറൊരു സൈഡിലെത്താൻ പറ്റും. സോ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് തന്നെ പോവാന്ന്. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് റിവറിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും ഫ്രം ദി ടോപ്പ്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറാണ്. ഇറ്റ്സ് ലൈക്ക് റിവർ ഓഫ് ബ്ലഡ്. സോ മേളിൽ നോക്കി നമുക്ക് ലൈറ്റായിട്ട് റെഡിഷ് കളറിൽ വെള്ളം പോകുന്ന കാണാം. പക്ഷേ താരതമ്യേന വെള്ളം വളരെ കുറവാണ്. പക്ഷേ എന്തിരുന്നാലും ദ പ്ലേസ് വാസ് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. സോ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ ഇച്ചിരി കൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്ലോപ്പ് കിട്ടും. നമുക്ക് ആ വഴി താഴോട്ട് ഇറങ്ങാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, വീണ പിടിക്കാൻ ആളുണ്ട്. അതെ, പോവാണ് ഈ സൈഡിൽ പോകണം. ഞാൻ മാറി സോ ഗൈസ്, ഇതാണ് ഡെവിൾസ് പൾപിറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഇതിന്റെ വെള്ളം കാണാം. വെള്ളം റെഡിഷ് കളറിലാണ് ഒഴുകുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേന്, ഇവിടെ വരുമ്പോഴത്തേന് ഇച്ചിരി നോർമലാണ്. പക്ഷെ കളറിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അവിടുത്തെ അത്ര ഇല്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ കളർ വ്യത്യാസത്തിൽ വരിക. കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാനുള്ള വഴി ഞങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് കഴിക്കാത്തെടുക്കുന്നു. അവരിനി ഇങ്ങോട്ട് വരാനുണ്ട്. ആൻഡ് ഗായ്സ്, ഫൈനലി വി റീച്ച് ദ സ്പോട്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം വളരെ കുറവായിരുന്നു. ആൻഡ് വെള്ളത്തിൻ്റെ കളറും ആ ഒരു റെഡിഷ് കളറായിട്ട് മേളിൽ നിന്ന് നോക്കി അത്രയും പോലും നമുക്ക് താഴെ നിന്ന് കാണാൻ പറ്റിയില്ല. സോ ഞങ്ങൾ വിചാരിച്ചു കുറച്ചുകൂടെ നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാമെന്ന്. ചിലപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻ കാരണമായിരിക്കും കളർ നമുക്ക് അത്രയും തോന്നാത്ത. ജോലിയാണോ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? ഈ ഒരു ഡെവിൾസ് പൾപിറ്റിനെ ചുറ്റിപ്പറ്റി ഒരുപാട് മിസ്റ്ററി സ്റ്റോറീസ് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒറിജിനലി ഇതിൻ്റെ താഴെയുള്ള റെഡ് സാൻഡ് സ്റ്റോൺസിൻ്റെ റിഫ്ലക്ഷൻ കാരണമാണ് ഇതിന് ഒരു റെഡ് കളർ വന്നത്. അതിപ്പോൾ ഇതിൽ ഒഴുകുന്നതൊക്കെ നോർമൽ വാട്ടറാണ്. അതിൻ്റെ അടിയിലത്തെ റിഫ്ലക്ഷനാണ് ശരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഹാർഡ്ലി 2 hours ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട വന്നു. കാരണം വെള്ളവും കുറവായിരുന്നു. പിന്നെ സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു. സ്ഥലം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. കുക്കുടു 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 കുക്കുടു.